എല്ലാ കൂട്ടുകാർക്കും കുസൃതി കൂട്ടത്തിൻ്റെ ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുസൃതി കൂട്ടവുമായി ഞാനും സിംഗും ഇന്നെത്തിയിരിക്കുന്നത് പള്ളിപ്പാട് സംസ്കൃത വിദ്യാഭവനിൽ നടുവട്ടം എന്ന സ്ഥലത്തുള്ള സംസ്കൃത വിദ്യാഭവനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെടുത്ത് എല്ലാ ഫ്രണ്ട്സും റെഡിയായിട്ട് നല്ല കളിക്കാനൊക്കെ ഉഷാറായിട്ടിരിക്കുകയാണ്. എല്ലാം റെഡിയല്ലേ? എനർജി പോരാ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാണെന്നാണ് പറഞ്ഞാൽ നമ്മുടെ സിംഗു റെഡിയുണ്ട്. സിംഗു റെഡിയല്ലേ? സിംഗു ഡബിൾ റെഡിയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്താണെന്ന് വെച്ചാൽ ബബിൾ ഗെയിമാണ്. ഈ ഗെയിം എന്നാൽ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ 3 ഈ ബോക്സസിൽ കുറച്ച് സ്പോഞ്ച് ബബിൾസ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ട്രോയിലൂടെ ഊതി ഇത്രയും ഇത് കംപ്ലീറ്റ് ചെയ്യണം. ആരാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരായിരിക്കും വിന്നർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗെയിം മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനി 3 ആൾക്കാരാണ് വേണ്ടത്. ആരൊക്കെയാണ് വരുന്നത്? 3 പേര്. ഒരാൾ. ഓക്കെ, അപ്പോൾ പേരെന്താണ്? ആദിത്യൻ. ഹരിമോൻ. കാശിനാഥൻ. എല്ലാം റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ റെഡി 1 2 3. കൈയടിക്കാനും നിർത്തിക്കോ. ആരാണെന്ന് നോക്കട്ടെ. ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ബാക്കി 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. പിന്നെ ഇതിലോ? ഇതിൽ 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. ചെക്കനിൽ പിന്നെ എണ്ണാൻ പറ്റില്ല, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ വിന്നർ കാശിനാഥനാണ്. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. അവൻ്റെ പേരെന്താ? ആദിത്യനാണ് സെക്കൻഡ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഗെയിം മാത്രമല്ല, ഇതിന്റെ കൂടെ ഗിഫ്റ്റും ഉണ്ട്. കൊച്ചിയുടെ നല്ല അടിപൊളി ഗിഫ്റ്റാണ്. സ്കൂളൊക്കെ തുറക്കാൻ പോലെ, അപ്പം അതിന് കുറച്ച് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്. അതിനാണ് സെക്കൻഡ് പ്രൈസ് വിന്നർ. സിംഗിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. നമ്മുടെ കാശിനാഥനാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർ. കാശിക്ക് വേണ്ടി നല്ലൊരു റെഡി. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പം നമ്മുടെ നടുവട്ടത്തെ കൂട്ടുകാരെല്ലാവരും അതിൻ്റെ ഗെയിം സ്പിരിറ്റിൽ നിൽക്കുകയാണ്. എല്ലാവരും അങ്ങനെ റെഡി ആയിട്ട് കളിക്കാനൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് 3 സുന്ദരി കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? അനുപമ. വാണി. ഗോപിക. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? ഓക്കെ, റെഡി 1 2 3. കൈയടിക്ക, എല്ലാരും കൈയടിക്ക. നിർത്തിക്കോ. നമ്മുടെ വാണിക്കുട്ടിയാണ് വിന്നർ. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. ഗോപിക കുട്ടി സെക്കൻഡ് ആയിരിക്കുകയാണ്. ഗോപിക കുട്ടി നന്നായിട്ട് കളിച്ചു. 3 പേര് നല്ല അടിപൊളിയായിട്ട് കളിച്ചത്. സാരില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം നമുക്ക് പിടിക്കാം. ഇവിടെ 3 കൊച്ചു കൂട്ടുകാർക്കും ഗിഫ്റ്റ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എല്ലാവരും നല്ല കൈ കൊടുത്തേ. അഞ്ചു കൈയടി പോരാ. നമ്മുടെ നടുവട്ടത്തെ കൂട്ടുകാരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ച് ഫുൾ സ്പിരിറ്റോടെ നിൽക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? സിദ്ധാർത്ഥ്. കാശിനാഥ്. അമ്പാടി. ഇവിടെ 2 അമ്പാടി ഉണ്ടോ? ഇത് രണ്ടാമത്തെ അമ്പാടി, കുഴപ്പമില്ല. അമ്പാടി, കാശിനാഥ്, സിദ്ധാർത്ഥ്. ഓക്കെ, അപ്പോൾ ഗെയിം മനസ്സിലായോ? ഗെയിം ഭയങ്കര സിമ്പിളാണ്. ഒന്നെങ്കിൽ ഊതുക, അല്ലെങ്കിൽ മുഖം വെച്ചിട്ട് സെർച്ച് ചെയ്യുക. 4 കോയിൻ വെച്ചിട്ടുണ്ട്. ഈ 4 കോയിനും അതിനുള്ളിൽ നിന്ന് വായ വെച്ചെടുക്കുക, സൈഡിലേക്ക് വെക്കുക. ഏറ്റവും കൂടുതൽ ആരാണ് ഫസ്റ്റ് കോയിൻ കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ചാൽ അവരായിരിക്കും വിന്നർ. മനസ്സിലായോ? ഇല്ല, കൈ യൂസ് ചെയ്യാനേ പാടില്ല. വായ വെച്ചെടുക്കുക, വായ വെച്ചിട്ട് തിരിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ്. ഒരു കോയിൻ കണ്ടുപിടിച്ചെന്ന് വിശ്വസിക്കുന്നു. 1 കണ്ടുപിടിച്ചു. നമുക്ക് നോക്കാൻ വെച്ചാൽ കൂടുതൽ ആരാണ് എടുക്കാന്ന്. എടുക്ക. എണ്ണാം. കൗണ്ട് ചെയ്യാം. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, എത്ര എടുത്തു? 4 എടുത്തു.
ഓക്കെ, അപ്പൊ നമ്മുടെ അമ്പാടിക്കുട്ടനാണ് ഏറ്റവും ആദ്യം 4 എണ്ണം എടുത്തത്. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർ പിടിക്കുക. അവിടെ ചുമക്കാനൊക്കെ തുടങ്ങി. കുഴപ്പമില്ല, സാറില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു ഗെയിം. എന്തായാലും 4 എണ്ണം എടുത്തു. മോനും വിന്നറാണ്. മോനത്തെ 3 എടുത്തു. എത്ര എടുത്തു? 3. കുഴപ്പമില്ല, നല്ല ഗെയിം ആയിരുന്നു അല്ലേ? പെട്ടെന്ന് ഗിഫ്റ്റ് വന്നിട്ട് വേഗം ചെന്നിട്ട് മുഖമൊക്കെ കഴിക്കോളൂ. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് ഗെയിം ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ അമ്പാടിക്കുട്ടനാണ് വിന്നർ. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. അപ്പോൾ നമുക്കിപ്പോൾ 3 വിന്നേഴ്സാണ് ഉള്ളത്. നമ്മുടെ അമ്പാടിക്കുട്ടനാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. നമുക്ക് അമ്പാടിക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിംഗു ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എല്ലാവരും നല്ല കൈ കൊടുത്തേ. സെക്കൻഡ് എത്തിയിരിക്കുന്നത് നമ്മുടെ കാശിക്കുട്ടനാണ്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കാശിക്കുട്ടൻ ഗിഫ്റ്റ് വാങ്ങിയിരിക്കുന്നത്. മൂന്നാമത്തെ നമ്മുടെ സിദ്ധാർത്ഥാണ്. എല്ലാവരും നല്ല കൈ കൊടുത്തേ. വെൽ പ്ലേഡ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ടു 3 of you. അപ്പോൾ നമ്മുടെ നടുവട്ടത്തെ സംസ്കൃതി വിദ്യാഭവനിലെ കൂടെ എല്ലാവരും ഫുൾ സ്പിരിറ്റോടെ കളിക്കാൻ റെഡി ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് 3 ചുണ കുട്ടികളാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ശ്രീരാജ്, അഭിദേവ്, ജീൻസ്. ശ്രീരാജ്, അഭിദേവ് ആൻഡ് ജീൻസ്. അങ്ങനെ 3 ചുണക്കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ഗെയിം എത്തിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. ഇവിടെ സ്ട്രോസ് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രോസ് ഒരേ ഒരു കൈ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് പോവാം. ഇതിൻ്റെ അറ്റത്ത് മാത്രമേ കൈ പിടിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് സ്ട്രോ പിടിക്കുമ്പോൾ നടുക്ക് പിടിക്കാം. പിന്നെ കണക്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. അങ്ങനെ മിനിമം ടൈമിൽ മാക്സിമം സ്ട്രോസ് കണക്ട് ചെയ്യണം. അത് ഇടയ്ക്ക് പൊട്ടിപ്പോയാൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം വീണ്ടും. ഓക്കെ, ഗെയിം കിട്ടിയില്ലേ 3 പേർക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കണം ആരെങ്കിലും കള്ളക്കളി കളിക്കണ്ടോന്ന്. നോക്കില്ല എല്ലാവരും? ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ റെഡി, 1 2 3. കൈയടിക്കുക എല്ലാവരും. കൈയടി പോരാ. ഇനി അറ്റത്തടിക്കുക. ഇനി അറ്റത്ത് പിടിച്ചോളൂ. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റത്ത് പിടിക്കണം. അവിടെ ഒടിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. ഒടിഞ്ഞു പോകാണ്ട് നോക്കണം. ഇനി അറ്റത്ത് പിടിച്ചോളൂ. അറ്റത്ത്. എല്ലാരും കൈയടി പോരാ. രണ്ടിടത്ത് 4 ഉണ്ട്. അവിടെ മാത്രം 3 ഉണ്ട്. ജീൻസിന് 3 എണ്ണം. പേര് അഭിദേവിന് 4 എണ്ണം. ശ്രീരാജിന് 4 എണ്ണം. അപ്പൊ ഇതിന്റെ വിന്നർ ഇവർ 2 പേരുമാണ്. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം സിംഗു തന്നെയാണ്. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. കൈയടിക്കൂ. ജീൻസ് വാങ്ങിക്കോളൂ. എന്നാലും ബോയ്സ് കളിച്ചിന് പുറകെ തന്നെ ഞങ്ങൾക്കും കഴിയും എന്ന് തീർച്ച വരുത്തിയിട്ട് നമ്മുടെ ഗേൾസും എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? സോന, ദീപിക, അമൃത. എനിക്ക് വയ്യ. ഓക്കെ, സോന, ദീപിക, അമൃത. അങ്ങനെ 3 പേരാണ് എത്തിയിരിക്കുന്നത്. 3 പേര് ഏത് ക്ലാസ്സിലാണ്? 7th-ലേക്കാ? ഇനി 4th-ലേക്കാ? 5th-ലേക്കാ? ഓക്കെ, അപ്പം 7th-ലേക്ക്, 4th-ലേക്ക്, 5th-ലേക്ക് അങ്ങനെ 3 ഏജ് ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. ഇതിൽ കളി മനസ്സിലായില്ലേ? സ്ട്രോ കണക്ട് ചെയ്യുക, അറ്റത്ത് മാത്രം പിടിക്കുക. ആദ്യം നടുക്ക് പിടിക്കുക, കണക്ട് ചെയ്യുക, പിന്നെ അറ്റത്ത് പിടിക്കുക, ചേർത്ത് പോവുക. Eiffel Tower പോലെ ഉണ്ടാക്കുക. ഓക്കെ, റെഡി അല്ലേ? കളി മനസ്സിലായില്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സോ റെഡി, 1 2 3. എല്ലാരും ഭയങ്കരമായിട്ട് കൈയടിച്ച് എല്ലാരെയും സന്തോഷിപ്പിക്കണ്ട. ഇനി അറ്റത്ത് പിടിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് കണക്ട് ചെയ്തെങ്കിൽ പിന്നെ അറ്റത്ത് പിടിച്ചോളൂ. അറ്റത്ത് പിടിക്കും. ഓക്കെ, ഇനി കണക്ട് നോക്കോളൂ. അറ്റത്ത് പിടിക്കും. ഓക്കെ, ഇനി ബാക്കി കണക്ട് ചെയ്തോളൂ. അറ്റത്ത് പിടിക്കുക. ഓക്കെ, ഇനി കണക്ട് ചെയ്യും. ഓക്കെ, അറ്റത്ത് തന്നെ പിടിച്ച് കണക്ട് ചെയ്യണം. 2 കൈ യൂസ് ചെയ്യാൻ പാടില്ല. ചരിച്ചു വെച്ചാൽ കണക്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. ദീപിക,
നെക്സ്റ്റ് സാറിൽ അത് ഒടിഞ്ഞു പോയി, കുഴപ്പമില്ല. കണക്ട് ചെയ്തോ. നോക്കാം എത്ര എണ്ണമായിന്ന്. ഇവിടെ 1 2 3 4 എണ്ണം എടുത്തിട്ടുണ്ട് സോന. ഇവിടെ 1 2 എണ്ണം ആയിട്ടുള്ളൂ, ബാക്കി കണക്ട് ചെയ്ത് പൊട്ടിപ്പോയി. സാറില്ല 1 2 3 എണ്ണം എത്തിയിട്ടുണ്ട്. പേരെന്താണ്? അമൃത. അമൃത, ദീപിക ആൻഡ് സോന. അപ്പൊ നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് സോനയാണ്. എല്ലാവരും നല്ല കൈ കൊടുത്തേ. സംസ്കൃതിക്കൂട്ടത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ സംസ്കൃതി വിദ്യാഭവനിലെ കൂട്ടുകാരെല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല എനർജിയോടെ എല്ലാവരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെ നമ്മുടെ സാക്ക് റേസ്. അപ്പോൾ ഇന്ന് നമുക്ക് 5 കൂട്ടുകാരികൾ സാക്ക് റേസിനായിട്ട് തയ്യാറായിട്ട് എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സിംഗു ഉണ്ട് കൂട്ടിനോടാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും റെഡി ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിക്കണം. നമ്മുടെ കൂട്ടുകാരികൾ തന്നെയാണ് എല്ലാവരും. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3. ഓക്കെ. അപ്പോൾ നമ്മുടെ സാക്ക് റേസിലെ വിന്നേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഫസ്റ്റ് കിട്ടിയ പേരെന്താണ്? അനീഷ. സെക്കൻഡ് ദേവിക. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ഭയങ്കര ടഫ് ആയിരുന്നോ അതോ സിമ്പിൾ ആയിരുന്നോ കളിക്കാൻ? എങ്ങനെയായിരുന്നു? സിമ്പിൾ ആയിരുന്നു. ഭയങ്കര സിമ്പിൾ. ഇതൊക്കെ നേരത്തെ കളിച്ച് ശീലമുണ്ടോ? ഓക്കെ. മുമ്പ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ കളിച്ചിട്ട്? സെക്കൻഡ് കിട്ടിയിട്ടുണ്ടോ? ഇയാൾക്കോ? ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എങ്കിലും അനീഷയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. നമുക്ക് ബാക്കി എല്ലാവരും പരിചയപ്പെടാം. പേരെന്താണ്? ആദിത്യ. മാളവിക. ഗായത്രി. ഇവര് 3 പേരും നന്നായിട്ട് കളിക്കുക തന്നെ ചെയ്തു. കളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് പ്രൈസ് വിന്നർ അനീഷ. എല്ലാവരും കൈയടി പോരാ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും കൈയടിച്ച്. ഇത്ര നന്നായിട്ട് കളിച്ചത് കൈയടിക്കാത്ത. Congratulations to the winners. എല്ലാവർക്കും all the best. അപ്പോൾ നമ്മുടെ ഗേൾസിന് പുറകെ ബോയ്സ് എല്ലാവരും സാക്ക് റേസിനായിട്ട് ഭയങ്കര എനർജിയോടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പേരെന്താണ്? ശ്രീരാഗ്. ഏത് ക്ലാസ്സിലാണ്? 6ൽ. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ജയദേവ്. ഏത് ക്ലാസ്സിലാണ്? 6ൽ തന്നെ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? മിഥുൻ. കാണാൻ ഇത്ര ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് വാങ്ങും. ഉറപ്പാണോ? ഏത് ക്ലാസ്സിലാണ്? 5. ഓക്കെ. പേരെന്താണ്? അജയ് കൃഷ്ണൻ. ഏത് ക്ലാസ്സിലാണ്? 5ൽ തന്നെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഗെയിമർ പേരെന്താണ്? അഖിൽ ചന്ദ്രൻ. ഏത് ക്ലാസ്സിലാണ്? 5. അപ്പൊ എല്ലാവരും 5 6 ക്ലാസ്സിലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഒപ്പം സിംഗു ഉണ്ട്. സിംഗു കൂടുതൽ ഓടാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. സിംഗു റെഡി അല്ലേ? സിംഗു ഡബിൾ റെഡിയാണ്. റെഡി 1 2 3. അപ്പൊ കുശുതി കൂട്ടത്തിൽ നമ്മുടെ സാക്ക് റേസിൽ നമ്മുടെ മിഥുൻ കൂട്ടൻ. എനിക്ക് വാക്ക് തന്ന പോലെ മിഥുൻ തന്നെയാണ് ഫസ്റ്റ് ആയിരിക്കുന്നത്. സിംഗു തന്നെയാണ് കൊടുക്കുന്നത്. സിംഗു കൺഗ്രാറ്റുലേഷൻസ്. കൈയടിക്ക് എല്ലാവരും. അജയ് കൃഷ്ണൻ കൺഗ്രാറ്റുലേഷൻസ്. ശ്രീരാഗിന് പ്രൈസ് ഉണ്ട്. അഖിൽ. ജയദേവിന് പ്രൈസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഈ പ്രാവശ്യത്തെ കുശുതി കൂട്ടം നമ്മുടെ യാത്ര ഞാനും സിംഗു എത്തിയത് പള്ളിപ്പാട് നടുവട്ടത്തെ സംസ്കൃതി വിദ്യാഭവൻ സ്കൂളിലായിരുന്നു. അപ്പൊ എല്ലാ കുശുകൂടാനും ഒത്തിരി കളികളും കാര്യങ്ങളാണ്. ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. എന്തായാലും താങ്ക് യു. എന്തായാലും സ്കൂൾ അതോറിറ്റിക്കാർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും പാരന്റ്സിനും കുട്ടികൾക്കും എല്ലാവരും നന്നായിട്ട് കളിച്ചു. വിന്നേഴ്സും ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒത്തിരി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഒരു സീക്രട്ട് കാര്യം ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയില്ല, സസ്പെൻസ് ആണ്. ഇവര് തന്നെ പറയട്ടെ. സോ റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അടുത്ത ആഴ്ച ഇതേപോലെ ഇതേ ഭയങ്കര അടിപൊളി ഗെയിംസുമായിട്ട് ഞാൻ സിംഗും വീണ്ടും എത്തും. സോ എല്ലാവർക്കും ബൈ. സംസ്കൃതി വിദ്യാഭവനിൽ വെച്ച് നടക്കുന്ന അടിപൊളി കുസൃതി കൂടെ ഇവിടെ നന്നായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാവരും റെഡി അല്ലേ? എനർജി പോയി. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ല ഫുൾ എനർജിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത 2 കണ്ടസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. 2 പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താണ്? മാളവിക. അനഘ. ഏത് ക്ലാസ്സിലാ?
ഉപ്പം മൂന്നിലേക്കാ. ഓക്കെ. അപ്പോൾ ഈ ഗെയിം എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ 2 ബോൾ വെച്ചിട്ടുണ്ട്, അവിടെ 2 ബക്കറ്റിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ബക്കറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുക, വിസിലടിക്കുമ്പോൾ കൈ വെച്ചിട്ട് കോരുക, ഇതിലേക്ക് കൊണ്ട് ഒഴിക്കുക. സിമ്പിൾ. സ്റ്റാർട്ട്. കൈയടി പോയി. മാളവിക, അനഘ. ഓക്കെ, അപ്പൊ ഇതിൽ ആരായിരിക്കും വിന്നർ? മാളവികയാണോ അനഘയാണോ? ഓക്കെ, അപ്പൊ ഡിക്ലറേഷൻ ഒക്കെ കഴിഞ്ഞു. മാളവികയാണ് വിന്നർ. കുഴപ്പമില്ല, കയ്യിൽ കുറച്ചും കൂടെ നിറച്ചെടുക്കണമായിരുന്നു. സാരല്ല അല്ലേ? അപ്പൊ എല്ലാരും നല്ലൊരു കൈ എടുത്തേ. നമുക്ക് നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരിക്കണം. നമ്മുടെ 2 കോമ്പറ്റീറ്റേഴ്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. നല്ലൊരു കൈ എടുത്തേ. ബാബാ. 2 ചുട കുട്ടികളാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ഗേൾസ് കളിച്ച് പ്രൈസൊക്കെ വാങ്ങിയിട്ട് പോയി. അപ്പോൾ വാശിയേറിയ മത്സരത്തിന് വേണ്ടി നമ്മുടെ ബോയ്സ് എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? സോജൻ. സായിനാഥ്. ഏത് ക്ലാസ്സിലാ? ഇനി ആറിലേക്കാ? ഓക്കെ, അപ്പോൾ കളി മനസ്സിലായില്ലേ? റെഡി? 1 2 3. സോജന് ഭയങ്കര ഫാൻസ് ആണുള്ളത്. വേഗം 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 വേഗം. കൈ നിറച്ച് വെള്ളം, 2 കൈ നിറച്ച് വെള്ളം എടുക്കുക. അങ്ങനെ 2 കൈ കംപ്ലീറ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഡിക്ലറേഷൻ ഒന്നും വേണ്ട. ആരാണ് വിന്നർ? ഓക്കെ, അപ്പൊ നമ്മുടെ സോജനാണ് വിന്നറിക്കുന്നത്. സായിനാഥ് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഓരോ ഗെയിമിലും വിന്നർ ലൂസറൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല അല്ലേ? നെക്സ്റ്റ് ടൈം നമ്മൾ ഫുൾ എനർജിയോടെ തിരിച്ചു വരും. കൈയ്യടി പോരാ.